ഹലോ ഗായ്സ്, ഇഷാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചത്തേക്കുള്ള ഊണിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി പയർ തോരൻ വെക്കണം, അതുപോലെ തന്നെ ഇച്ചിരി സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നല്ലതുപോലെ അത് കഴുകിയെടുക്കണം, കാരണം പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന സാധനമല്ലേ, നമുക്കറിയാലോ. നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അത് കുക്കറിനകത്തോട്ടേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. എളുപ്പത്തിന് വേണ്ടി വെക്കുന്നതാണ്, അല്ലെങ്കിൽ അടുപ്പത്താണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കഷ്ണം അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കഷ്ണത്തിലൊന്നും പിടിക്കില്ലല്ലോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിനകത്തോട്ട് അരിഞ്ഞു വെച്ച തക്കാളി, മൂന്ന് തക്കാളി ഉണ്ട് കേട്ടോ. 3 തക്കാളി എടുത്തിട്ട് അതും കൂടെ അരിഞ്ഞത് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുക്കർ മെല്ലെ നമുക്ക് ഗ്യാസ് ഓണാക്കി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. സാമ്പാറിലിടാനുള്ള വെണ്ടയ്ക്കും മുരിങ്ങക്കോലൊന്നും ഞാൻ കുക്കറിൽ ഇടാറില്ല കേട്ടോ, കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അവസ്ഥ എന്തായിട്ടുണ്ടാകുന്നു. അപ്പം ഞാൻ സെപ്പറേറ്റ് വഴറ്റി കേട്ടോ വെക്കാറില്ലേ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും ഉപ്പേരിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയൊക്കെ അരിയാണേ. ഏകദേശം 2 വിസിലടിച്ചാൽ മതി കേട്ടോ. 2 വിസിലടിക്കുമ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടും കഷ്ണങ്ങളെല്ലാം. 2 വിസിൽ തന്നെ വേണമെന്നില്ല, ഒരു വിസിൽ മതി. ഞാൻ കായൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ 2 വിസിലടിപ്പിച്ചത്. പിന്നെ വെളിച്ചെണ്ണേൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഗൈസ്, കാരണം ഇവിടെ ഒന്നാമത് തണുപ്പ് കൂടുതലാണ്, അതുകൊണ്ട് എണ്ണ ഇങ്ങനെ എപ്പോഴും കട്ട പിടിച്ചിരിക്കും കേട്ടോ. എന്നിട്ട് വെണ്ടയ്ക്കും മുരിങ്ങക്കോലും കൂടെ ആ ഉരുളിക്കകത്തോട്ട് ഞാൻ വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എപ്പോഴും ഉപ്പ് ഇട്ട് കൊടുക്കണം, അത് ശ്രദ്ധിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ മാത്രം കഷ്ണത്തിൽ ഉപ്പ് പിടിക്കാതെയാവും. അപ്പോൾ അതുകൂടി ആയതിനു ശേഷം കഷ്ണമൊക്കെ വെന്തിരിക്കുന്നുണ്ട്. ഇനി ഞാൻ ഉപ്പേരിക്ക് വറവിടാൻ പോവുകയാണേ. പയർ തോരൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. ഏട്ടനും അതെ അമ്പൂനും അതെ ഭയങ്കര ഇഷ്ടമാണ്, 2 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെറുതെ ഇരുന്നിട്ടാണെങ്കിൽ തിന്നോളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിലേക്കൊക്കെ അവന് പയർ തോരനൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും സാമ്പാർ വെക്കുമ്പോൾ തോരനും കൂടെ വേണം അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം കൂടെ കൂട്ടി തിരുമ്മി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറിന് വേണ്ട പരിപ്പ് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഞാൻ കുറച്ചധികം പരിപ്പ് വെക്കും കേട്ടോ. എല്ലാവരും പറയും സാമ്പാറിൽ കുറച്ച് പരിപ്പ്, ഒരു നുള്ളു പരിപ്പൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചധികം പരിപ്പ് വേണം കേട്ടോ. അത് സാമ്പാറിൻ്റെ ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാമ്പാറിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം പരിപ്പാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് കുറച്ച് കൂടുതലിടണം കേട്ടോ. പിന്നെ ഇതാ ഉപ്പേരിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ അമ്പൂച്ചൻ ഓടി വന്നിട്ട്, അമ്പൂച്ചനാണെങ്കിൽ സാമ്പാർ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ്. സാമ്പാറും പയറുതോരനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പപ്പടം കൂട്ടി വെച്ചോണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വരുന്ന ഒരാളാണ് അവൻ. അപ്പോൾ പയറിൻ്റെ മണം അടിച്ച് ആ ഒരു മണമൊക്കെ ഇങ്ങനെ വരില്ലേ കറിയുടെ, അത് അടിച്ചപ്പോൾ തന്നെ അവൻ ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ടേസ്റ്റ് നോക്കാനൊക്കെ കൊടുത്ത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല. ഇനിയിപ്പോൾ പരിപ്പ് എന്താണെങ്കിലും വെന്ത് കിട്ടിയിട്ടുണ്ട്, 2 വിസിലടിച്ച് വെന്ത് കിട്ടി. അപ്പോൾ സാമ്പാറിലേക്ക് ആ പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ടായിരുന്നു, അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സാമ്പാറിൻ്റെ വറവ് ഇട്ട് കൊടുക്കുക കേട്ടോ. സാമ്പാറിൻ്റെ വറവിടാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ കടുകും ഉലുവയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വറവിടാറ്. പക്ഷേ എനിക്ക് ഉലുവ തീർന്നിരിക്കുകയായിരുന്നു, അത് ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ കടുക് മാത്രം ഇട്ട് കൊടുത്തു. പിന്നെ സാമ്പാർ പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നത്, വേറെ പൊടികളൊന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായും ഇല്ലായിരുന്നു, അപ്പോൾ കായും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പൊടി മാത്രം ഇട്ടിട്ട്, സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറാണ്. ഇവിടെ എല്ലാവർക്കും അതാണ് കേട്ടോ ഇഷ്ടം, വറുത്തരച്ച് വെക്കുന്നതിനേക്കാളും എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഞാൻ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് മല്ലിയില കേട്ടോ, കാരണം ചൂടോടെ തിളയ്ക്കുന്ന സാമ്പാറിലേക്ക് മല്ലിച്ചപ്പിൻ്റെ മണവും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റുമാണ് സാമ്പാറിന്. ഇനിയിപ്പോൾ പപ്പടം കാച്ചാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പപ്പടം കാച്ചാൻ വേണ്ടി പപ്പടമൊക്കെ തട്ടിക്കുടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊരു ചെറിയൊരു തുളയൊക്കെ ഇട്ട് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ പപ്പടം കാച്ചാൻ. അമ്പൂച്ചനാണെന്നുണ്ടെങ്കിൽ എന്ത് കറിയുടെ കൂടെയാണെങ്കിലും അവന് പപ്പടം നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് പപ്പടം ഇവിടെ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ് പപ്പടം. അവന് ഇഷ്ടമാണ് പപ്പടം. എന്ത് കറിയുടെ കൂടെയാണെങ്കിലും പപ്പടം വേണമെന്ന് പറയും. അപ്പോൾ എന്താണെങ്കിലും പപ്പടമൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി കട്ട തൈര് ഇരിക്കുന്നുണ്ടായിരുന്നു, ആ തൈര് കൂടി നമുക്ക് എടുക്കാം. ഇച്ചിരി ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇനി ഞങ്ങൾ ഇല മുറിക്കാൻ വേണ്ടി ഞാനും അമ്പൂച്ചനും കൂടെ മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. എല്ലാ വാഴലയും പൊട്ടിക്കീറി നിൽക്കുകയാണ് കേട്ടോ, കാരണം മഴയും കാറ്റൊക്കെ അല്ലേ, അതുകൊണ്ട് നല്ല വാഴലൊന്നുമില്ല. ഒരെണ്ണം കണ്ടപ്പോൾ അമ്പു പറഞ്ഞു, അമ്മ ഞാൻ വീഡിയോ എടുക്കാം, അമ്മ പറിച്ചോ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയതാണ്. എന്താണെങ്കിലും മൂപ്പര് വീഡിയോ കറക്റ്റായിട്ട് എടുത്തു തന്നു കേട്ടോ. വാഴല ഒരെണ്ണം പൊട്ടാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാഴല മുറിക്കുന്ന സമയത്ത് അമ്മ വന്നു കേട്ടോ. അമ്മയും വത്സേച്ചിയും കൂടെ പറമ്പിൽ പോയതാണ്. അമ്മ പിന്നെ പറമ്പിൽ പോയാൽ ചക്കയും കൊണ്ടേ വരുള്ളൂ. അമ്മയ്ക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്നു. വത്സേച്ചി ഭക്ഷണം കഴിക്കാൻ വിളിച്ച് വത്സേച്ചി വന്നില്ല കേട്ടോ. പിന്നെ അമ്പൂച്ചനൊരു ആഗ്രഹം പറഞ്ഞാണ് ഇലയിൽ സദ്യ പോലെ കഴിക്കണമെന്ന്. അതുകൊണ്ട് ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും ചെറിയ വിഭവങ്ങളായിട്ട് അവൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഒരു ചെറിയ സദ്യ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ.
സാമ്പാറും ഉപ്പേരിയും പപ്പടവും തൈരൊക്കെ കൂട്ടി കുഴച്ച് അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇലയിൽ കഴിക്കാൻ. ഒരു കറി ഉള്ളെങ്കിലും ഇലയിൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മയും വന്നിരുന്നു, ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.